നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, എത്ര നാളായി ഗൈസ് നമ്മൾ ഇങ്ങനൊക്കെ ഇരുന്നൊരു ചലഞ്ച് ഒക്കെ ചെയ്തിട്ടില്ലേ? വീഡിയോ എടുത്തിട്ട് കുറെ നാളായി ഇല്ലേ? അപ്പൊ അച്ഛനുണ്ടോ? അച്ഛനുണ്ട്. ഇന്ന് എല്ലാവരും ഉണ്ട് ചലഞ്ചില് ഗൈസ്. ഇന്ന് മാസ്മരിക ചലഞ്ചാണ്, ഇന്ന് എല്ലാവരും ഉള്ള ചലഞ്ചാണ്. അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചലഞ്ചാണ് ചോദിച്ചോ? വാക്സ് ചലഞ്ച്. യെസ് സുഹൃത്തുക്കളെ, വാക്സ് ചലഞ്ച് നമ്മൾ പണ്ട് ഇതിന്റെ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റ ചെയ്തിട്ടുള്ളൂ. ഇന്ന് പൂട പറിക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഞാനും കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് അറഞ്ചം പുറഞ്ചം വാക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ ഇതിന് ആർക്കും വേണമെങ്കിലും പങ്കെടുക്കാം. അപ്പൊ ആദ്യം ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനും കൊച്ചും തമ്മിലുള്ള കുറച്ച് ചോദ്യങ്ങൾ റൗണ്ടുകളായിരിക്കും സുഹൃത്തുക്കളെ. ആദ്യം ടോസ് ഇടാം. ഓർഡർ അങ്ങനെ പറയൂലായിരുന്ന ഞാൻ മറന്നുപോയ കളി. വേറൊരു സംഭവം ഉണ്ടായിരുന്നല്ലേ, പരമശിവൻ പൊട്ടിയ പാർവതിക്ക് മാറ്റിയ കുട്ടി. ഏതാ ആ കുട്ടിയാണോ? അതല്ല, അക്കി പിക്കി വാട്ടർ പിക്കി അക്കം പിക്കം പൊക്കണോ? അല്ല, ഓർഡർ മറ്റേ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. ഇത് വേണ്ടേ? അമ്മ പറ, ആര് ഫസ്റ്റ്? ആരാ ചോദിക്കണോ? ഞാൻ ചോദിക്കണോ? ഓക്കെ. ഇതൊരു സ്ഥലപ്പേരാണേ. അത് ഞാൻ ഇംഗ്ലീഷിൽ പറയും. നമ്മുടെ നാട്ടിലുള്ളൊരു സ്ഥലമാണ്. ഇംഗ്ലീഷിൽ ഞാൻ ഓരോ വേർഡായിട്ട് പറയും, നീ അത് ആ സ്ഥലപ്പേരായിട്ട് മലയാളത്തിൽ പറയണം. ടീച്ചർ മൗത്ത് വില്ലേജ്. നമ്മുടെ നാട്ടിലുള്ള സ്ഥലമാണ്. ഒരു സ്ഥലമാണ്. ടീച്ചർ മൗത്ത് വില്ലേജ്. അതൊരു സ്ഥലപ്പേരാ. കേരളത്തിലുള്ളതാണോ? ഓ, മൗത്ത് വില്ലേജ്. ടീച്ചർ മൗത്ത് വില്ലേജ്. ആലോചിക്ക്, ബുദ്ധി പ്രയോഗിക്കും, ബുദ്ധി. സാധനം ഇത് ഈ ഗെയിം സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗെയിമാണ്. അധ്യാപകൻ വരൂ. ഗുരുവായൂർ. ഗുരു ടീച്ചർ. യൂർ ഊർ വില്ലേജ്. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. ഇയാൾ ഒരുപാട് ഡയലോഗ് ഉണ്ടാക്കിയ ചോദ്യം. പുല്ല് വേരിലൊട്ടി കഞ്ഞി ഒട്ടിപ്പാണ് സുഹൃത്തുക്കളെ. വിട്രാ. പ്രവീണിന്റെ കയ്യിലെ രോമം. ഈ തോറ്റു കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും ചോദിച്ചൂടെ? അത് വേണ്ട. ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ്. ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ്. അല്ല, എന്താ ഉദ്ദേശിച്ചെന്ന് പറ. കുസൃതി ചോദ്യമാടാ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഉറുതിലേക്ക് കത്തി. അച്ഛൻ പറഞ്ഞോ, പക്ഷെ തെറ്റി കഴിഞ്ഞാൽ അച്ഛന് വലിക്കും. മേലോട്ട് വലിയടാ പറഞ്ഞ അതൊക്കെ നമുക്ക് പരിഹരിക്കാം. എല്ലായിടത്തും കണക്കാണ് ഗൈസ്. ഇവനെക്കാട്ടി രോമമുണ്ട് എന്റെ കയ്യില്. ഉത്തരം പറ. ഇത് വലിക്കണോ? പുല്ല് ഒട്ടിക്കുകയും ചെയ്തല്ലേ. സൈലൻസ്. അയ്യേ, ഞാൻ പറഞ്ഞില്ലേ കുസൃതി ചോദ്യമാണ്. അടുത്ത ഞാൻ നല്ല ബ്രില്യൻ്റ് ഉള്ള ചോദ്യം ചോദിക്കാം. ഇത് മേലുന്നല്ലേ? എടാ താടാ. പരിപാടി പറ്റൂലേ? കൈ മാറ്റി അങ്ങോട്ട് നോക്കിയിരുന്നോ? ഇങ്ങോട്ട് നോക്കിയോ വേണമെങ്കിൽ. സ്വന്തമായി കസാരയുള്ള മാൻ. സ്വന്തമായി കസാരയുള്ള മാൻ. ഇച്ചിരി സിമ്പിൾ ആയോ എന്നൊരു ഡൗട്ട്. സ്വന്തമായിട്ട് കസാരയുള്ള മാൻ. സ്വന്തമായി കസാര. പേടമാൻ, പുള്ളിമാൻ, അങ്ങനെയൊക്കെ. സ്വന്തമായി ചെയറുള്ള മാൻ. പൊട്ടന്ന ലോക പൊട്ടനാണ്. സ്വന്തമായി ചെയർമാൻ. അയ്യോ, അത് ഞാൻ പറഞ്ഞു. അയ്യോ, ചെയറെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു വാക്സിൽ നിന്നും അത് ഞാൻ പറഞ്ഞത് ചെയർന്ന്. 2 ബക്കറ്റ് നിറയെ. അത് വായിച്ചായിരുന്നാ? ഇല്ല, ഹോസ്റ്റലിൽ വായിച്ചില്ല. നോക്ക്, കണ്ണു നോക്കി പറടാ. ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. അത് കള്ളത്തര ജന്മന ഉള്ളതാ. അതില്ല, എനിക്ക് അറിഞ്ഞൂടാ, സത്യം അറിഞ്ഞൂടാ. 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. അതിൽ ഒരു ബക്കറ്റിൽ ദ്വാരമുള്ളതാണ്. എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല. കാരണം എന്താണ്? ഒന്നും മനസ്സിലായില്ല. 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. വെള്ളമുണ്ട്. അതിൽ ഒരു ബക്കറ്റിൽ ദ്വാരമുണ്ട്. എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല. കാരണം എന്താണ്? ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടോ. ഈ ബക്കറ്റിന്റെ പേര് ദ്വാരം എന്നായിരിക്കും. അല്ല,
രണ്ട് ബക്കറ്റിൽ നിറയെ ഞാൻ പറയാം 2 ബക്കറ്റിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളമുണ്ട്, വെള്ളമുണ്ട്. ഒരിടത്തിൽ ദ്വാരമുണ്ട്. 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്, ദ്വാരമുണ്ട്. എടാ പൊട്ട, അത് വെള്ളമുണ്ടാണ്. വെള്ളം ഉണ്ടെന്നല്ല, വെള്ളമുണ്ട്. ഇവ എടുത്തെടുത്ത് ക്ലിയർ ആക്കി തന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി വെള്ളമുണ്ട്. വെള്ളമുണ്ടടാ, മുണ്ട്. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? മൂളാനല്ലേ പറ്റൂ. എന്തുകൊണ്ടെന്ന് വെച്ചാ അതിന്റെ വാ ഉണ്ട് മൂളുന്നത്. അല്ലാതെ തെറ്റാ, അതല്ല ഉത്തരം. സംസാരിക്കാൻ ആൻസർ പറഞ്ഞു അവിടുന്ന്. സംസാരിക്കാൻ വരുന്നോ? പറഞ്ഞില്ല. ഞാൻ പറഞ്ഞേ. എടാ വേറെ ചോദിക്കാം. വേണ്ട 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 അവിടെ. വോളിബോൾ കളിക്കാനായിട്ട് എത്ര പ്ലേയേഴ്സിന് ആവശ്യമാണ്? ഒരു വോളിബോളോ? വോളിബോളിൽ എത്ര പ്ലേയേഴ്സ് ആണ് കളിക്കുന്നത്? ഞാൻ കളിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഓപ്ഷൻ തരാമേ. 10, 8, 6. അത് കോർട്ട് അനുസരിച്ചിരിക്കും. വലിയ കോർട്ടാണെങ്കിൽ ഒരുപാട് ചെറിയ കോർട്ടാണെങ്കിൽ കുറച്ച് പേർക്ക് പറ്റത്തുള്ളൂ. കറക്റ്റ് പ്രോപ്പർ ഒരു വോളിബോളിൽ എത്ര പ്ലേയേഴ്സ് ആണ് ഉള്ളത്? പ്രോപ്പർ ഞാൻ കണ്ടിട്ടില്ല. 10, 8, 6 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് 3, 6. ഉറപ്പിച്ചു. അതല്ലാതെ 8 പേർക്ക് ഒരു കോളത്തിൽ കയറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ, പാടല്ലേ അടിക്കായി. കുസൃതി ചോദ്യമാണേ. പല്ലുണ്ട് പക്ഷെ കടിക്കൂല. സിമ്പിൾ. പല്ലുണ്ട് പക്ഷെ കടിക്കില്ല. കുസൃതി ചോദ്യമാണേ. പിന്നെ ഞാൻ പറഞ്ഞുതരാം. അറിയത്തില്ലേ? ചീപ്പ്. അയ്യോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ അളയുന്നത് ഒരുമാതിരിയല്ലേ. ചോദിച്ചിട്ട് പറയാതിരിക്കുമ്പോ ഭയങ്കര സന്തോഷം. ഇതിനെ മാറി വരുമായിരുന്നു. താത്ത വരാറേ പകല് വിട്ട് പോരാറേ, വിട്ട് പോരാറേ, വിട്ട് പോരാറേ. ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്നു, പിന്നെ എറിഞ്ഞു കളയേണ്ട വസ്തു. അത് ഒരിക്കൽ മാത്രം ഉപയോഗിക്കാനും പിന്നെ എറിഞ്ഞു കളയേണ്ടതുമായ വസ്തു. ഞാൻ ഉദ്ദേശിച്ചതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഒരിക്കൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അത് നമുക്ക് ആവശ്യമില്ല, നമ്മൾ എറിഞ്ഞു കളയേണ്ടി വരും. പണ്ടിങ്ങനെ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. നീ ഉപയോഗിച്ചിട്ടുണ്ടോ? അതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാരും നിത്യജീവിതത്തിൽ ഉപയോഗിക്കും. നിത്യജീവിതത്തിലോ? ഞാൻ എല്ലാരും പറഞ്ഞു കൊടുക്കുന്നത്. നിത്യജീവിതത്തിൽ എറിഞ്ഞു കളയുന്നത് എന്തുകൂടെ? എനിക്ക് അറിഞ്ഞൂടാ. നീ ഒട്ടിയിരി. നീ പറഞ്ഞിട്ടൊട്ടിയിരി. ടിക്കറ്റ് എന്നാണ് ഞാൻ നിത്യജീവിതത്തിൽ നീ എന്നാ എത്ര ദിവസം നമ്മൾ ഉപയോഗം എറിഞ്ഞു കളയത്തില്ലേ? ഗൂഗിളിൽ ഉള്ളതാ. എന്നാ ഞാൻ പറഞ്ഞ പേസ്റ്റ് കറക്റ്റ് ഉത്തരം. ഉപയോഗം പറഞ്ഞ് എറിഞ്ഞു കളയുന്നു. അതിനാ ചില വൃത്തിയുടെ പറ്റി കയ്യിലൊക്കെ കഴിയിട്ട് എറിഞ്ഞു കളയും. അപ്പോഴേ നമ്മൾ എറിഞ്ഞു കളയത്തില്ലല്ലോ. പിന്നെ വായിലിട്ട് കൊപ്പിളിച്ച് നാളത്തേന് വെക്കൂ. നീ ഒട്ടിയിരി. ഒരുമാതിരി നീ ഉണ്ടാക്കിയതാണോടാ ഇത്? ഒട്ടിച്ചേക്കുന്ന ഇവിടെ ഇങ്ങനെയാണോ ഒരു ദൂരെ? എനിക്ക് വരും. നിന്റെ പെടലേക്ക് ആ പെടലി ഇല്ലല്ലോ. നീ വലിക്കുന്ന ഒറ്റ വലിക്കല് ഡിസ്കോ. ഫാമിലി റിലേറ്റഡ് അല്ലേ? അമ്മയുടെ ബർത്ത്ഡേ ഫെബ്രുവരി. നീ ഒട്ടിക്കുന്നതിന് മുമ്പ് പറയണം കേട്ടാ. നീ ഒട്ടിക്കുന്നതിന് മുമ്പ് നീ ഉത്തരം പറയണം. അമ്മ പറയും. അമ്മയല്ല, നീ ഒട്ടിച്ച് വലിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആ ഉത്തരം അറിഞ്ഞിരിക്കണം. 22 കറണാ
ഞാൻ ഒട്ടിക്കും. 22 ആ കറക്റ്റ് ഗൈസ്. നീ കണ്ണുപോലെ ഇറക്കി കാണിച്ചാൽ നമുക്ക് ഗൂഗിൾ പേയിൽ പൈസ ഇല്ല. ആ വർഷം പാടാ അതെന്തുവാടാ വർഷം പാടാ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോ വർഷവും വരും. പറ നിനക്കറിയാമോ? നിനക്ക് 22 പോലും അറിയത്തില്ലായിരുന്നു. എടാ ഒട്ടിക്കണമെങ്കിൽ സാമാന്യമുള്ള ഇത് വേണം, മനസ്സിലായില്ലേ? ആ വർഷം പറ. മൃദുലയുടെ നാളെ ഏതാ? ആ വലിച്ച് നാളാ അത്തം ചിത്തിര ചോതി മകേര. നീ ഇപ്പൊ പറഞ്ഞതിനോട്ട് നീ പറഞ്ഞതിനകത്തോട്ട് പറഞ്ഞതാ. നീ ഇത്രേ പറഞ്ഞു. അത്തോളാ നീ പറഞ്ഞതിലോട്ട് ചോതി അല്ല അത്തം ആ കറക്റ്റ്. അത്തം. മെനങ്ങാന്ന് ഞാൻ സിനിമയ്ക്ക് പോയപ്പോ ഇട്ട ഡ്രസ് ഏതാ? വേറെ ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. നീ ഇട്ട ചട്ടിയുടെ കളറാന്ന് എനിക്കങ്ങനെ അറിയടാ പട്ടി. നീ ശ്രദ്ധിക്കണം ഇനി എല്ലാം. ചാണകപ്പച്ച അല്ല, ഇനി എല്ലാ കളറും പറ. ഞാൻ കാലിൽ എവിടെ ഒട്ടിച്ച അവിടെ ഒട്ടിച്ചൊട്ടിച്ച് വന്നാ ഒരേ കണക്കെ. ഇല്ല അവിടെ പിന്നെ അവിടെ ഒട്ടിച്ചിട്ട് ഇവിടെ ഒട്ടിച്ചിട്ട് ഇങ്ങോട്ട് കയറാം. കൊച്ചാളെ എടാ ഞാൻ പറഞ്ഞൊരു ഉത്തരം നീല. ആ ബ്ലൂവാ പോയിട്ട് നോക്ക്. എന്റെ മൃദുലയുടെയും കല്യാണം കഴിഞ്ഞ ഡേറ്റ് എന്നായിരുന്നു? ആ വലിച്ച്. അത് ആരും മറന്നു പോകാൻ പാടില്ല. എന്റെ മൃദുലയുടെ കല്യാണം കഴിഞ്ഞ മാസവും ഡേറ്റും വേണേ. തീയതി ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇന്നുണ്ട് അവന്. അത് സിമ്പിളാണ്. അതാരും പറയണേ. ഫെബ്രുവരി. ഒന്നും പറഞ്ഞില്ല. അമ്മയുടെ എക്സ്പ്രഷൻ പരിപാടി. ഒരു മിനിറ്റ്. മാർച്ച് 25. അഞ്ചെണ്ണം ഒന്ന് ചൊട്ടിക്കണം. എടാ നിന്റെ മോതിരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജനുവരി 25. എനിക്ക് ഡേറ്റ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ സത്യമായിട്ട്. നിനക്ക് എന്റെ കല്യാണ ഡേറ്റ് അറിയത്തില്ലടാ. എനിക്ക് സത്യമായിട്ട് ഞാൻ ഡേറ്റ് നോക്കൂല കേട്ടാ. കല്യാണ ഡേറ്റ് അറിയത്തില്ല. എന്റെ ബർത്ത്ഡേ നവംബർ മാസോ 15-ാം തീയതിയാണോ 10-ാം തീയതിയാണോ? 20 ഇത് ഉണ്ടായത് അവിടെ എവിടെയൊക്കെ ഉണ്ട്. ഇവിടെ മൈക്രോസ്കോപ്പ് വെച്ച് എനിക്ക് ഒരു വേദന ഇല്ലായിരുന്നു. അഹങ്കാരം കാണിക്കാതെ കീറി മീശ കാണിക്ക. അങ്ങോട്ട് കാണിക്കങ്ങോട്ട്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഈനും അർജുനേ. അത് ഏത് സിനിമയിലെ പാട്ട്? ആ പാട്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും സിനിമയുടെ പേര് പറ. കടലാസ്. ആവേശം. ഇപ്പൊ നല്ലൊരു ആവേശം വരും. വലിക്കട്ടെ. വേഗം എടുക്കൂലേ? അങ്ങോട്ട് മാറി വരുന്ന കേട്ടോ. ആ അച്ഛൻ ഇത് ഒട്ടിക്കത് കള്ള കോമഡി. അടുത്ത ഞാൻ വായിൽ ഒട്ടിക്കുവേ. വേർഡ് ചാലഞ്ച് ആണേ. അക്ഷരം
മാ. മാ. താങ്കൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പായാൽ എന്ത് ചെയ്യും? മണ്ടേ കുത്തി വീഴും. മാക്രി കരയുന്നത് എന്തുകൊണ്ട്? മലന്നിടന്ന്. പ്രണയിക്കുന്നവർ തമ്മിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വേർഡ് എന്തുവാ? മിംഗ്ലിങ്. എന്തിനു വേണ്ടിയിട്ടാണ് മിംഗിൾ ചെയ്യുന്നത് അവര്? പറയൂ. ഈ കടലിൽ ഇത്ര ഉപ്പ് വരാനുള്ള കാരണം എന്താ? മല്ലിപ്പൊടി ഇട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ടാ എങ്ങനെ ഉപ്പ് വരുന്നത്? പറ. വിൽക്കുന്ന ദീപ ലാഗായി. ഞാൻ ചോദിക്കണേ. അക്ഷരം പറ. വാ 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 വാ. ഇന്നലെ എവിടെ പോയിരുന്നു? വലിക്കേ. നമുക്ക് വെള്ളം കോരുമ്പോൾ എന്തിനാ വരുന്നത് ആദ്യം? വെള്ളം. ഇന്നലെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട സിനിമയുടെ പേരെന്തുവാ? വാവാച്ചി ദ റോക്സ്. അച്ഛന് തല്ലെന്തോരിക്കുന്ന വാഴയ്ക്ക. അമ്മ എന്ന് രാവിലെ എന്തോ ചെയ്യുന്നേ? പെട്ടെന്ന് ആലോചിച്ച് ചെയ്യണേന്ന്. അതാണ് പെട്ടെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വലിക്കാതെ വെച്ച് നട. നീ ഒരു കാഴ്ച വേണ്ട, അതുകൂടെ എന്റെ കൂടെ ഞാൻ വന്നാലേ. അപ്പോൾ നമ്മുടെ വാക്സ് ചലഞ്ച് ഇത് കംപ്ലീറ്റ് ആയിരിക്കാണ് സുഹൃത്തുക്കളെ. ഇനി മൃദുലേ നമുക്ക് ഇപ്പോൾ വലിക്കാൻ പറ്റത്തില്ല കേട്ടോ. വലിക്കാൻ പറ്റുന്ന ഒരു സമയം വരും കേട്ടോ. അതെ അതെ, അന്ന് എല്ലാം അതിനെ അറഞ്ഞ പുറഞ്ഞ വലിക്കുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള ബൈ.